എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദ ഷാജി വീണ്ടും എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഇത്തവണ എത്തിയിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ക്രീമിനെ പറ്റിയിട്ട് നമ്മൾ കുറേ ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ വന്നിട്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം നാണം കെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എതിർത്തവരെയൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷാജിദ ഷാജി പറയുന്ന വീഡിയോ ആദ്യം കാണാം, അതിനുശേഷം നമുക്ക് പറയാം. എന്താണ് മക്കളെ, സുഖമല്ലേ മക്കളെ? നമ്മുടെ ക്രീമിനായിട്ട് കുറച്ച് നെഗറ്റീവ്സ് വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഒപ്പമാരുണ്ടാക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ക്രീമിന്റെ ബിസിനസ് ക്രീമൊക്കെ കിണ്ടി കൊണ്ട് ഞാൻ വിൽക്കണ പോലെയാണ് ഓരോരുത്തർ വർത്താനോ. അതിലൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടോ, അതൊക്കെ ആൾക്കാരുണ്ടോ, അതിൽ ലൈസൻസ് ഉണ്ട്, എല്ലാ പണ്ടാറുണ്ടോ. അല്ലാണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കോ? അത് എൻ്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇത്രയും റീച്ച് ആയി കിടക്കുന്ന ചാനലിൽ ഒരു ക്രീമിന്റെ സംഭവം കൊണ്ട് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഷാജി ചെയ്തിട്ടേ കൊണ്ടുവരും. ഓക്കെ, ഇത്രയും തെളിവെടുത്തിട്ട് നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ഒരു ക്രീമിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ ഷാജി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ടേ തുടങ്ങും. ഓക്കെ, അതിൽ കുറെ നെഗറ്റീവ് ഓളികൾ ഓരോ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെമാർക്കൊന്നും വീട്ടിൽ പണിയില്ലടി, നിങ്ങൾക്കൊന്നും പണിയില്ലടി. നിങ്ങൾ വെറുതെ അല്ലടി നിങ്ങളുടെ കെട്ടിയമാര് നിങ്ങൾ ഇട്ട് തല്ലുന്നത്, വെറുതെ അല്ല തല്ലിട്ടുന്നത്. കിട്ടണം, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാട്ടെന്ന് ചിലക്കണ്ടേ, ചില ചലിക്കുക. കെട്ടിയമാരെ അങ്ങോട്ട് പണിക്ക് അങ്ങോട്ട് പോയാൽ 8-8 അങ്ങോട്ട് പോയാൽ പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ട് നെറ്റ് അങ്ങോട്ട് ഓണാക്കി പറ്റുന്ന പോലത്തെ ഒക്കെ വീഡിയോസ് ഇടല്. അവളുമാരി കടന്ന് കളി, കുറെ ബുർക്കട്ടിട്ട്, കുറെ കണ്ണ് കാണിച്ചിട്ട്, കുറെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ സ്വയം നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും അവനോന്റെ കുട്ടിയും കുടുംബത്തിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടി. എന്തിനാടി മറ്റുള്ള പെണ്ണുങ്ങളുടെ ലൈവ് ഉള്ള ടൈമിൽ നിങ്ങൾക്കല്ലേ ബുദ്ധി ഇല്ല മക്കളെ? നിങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ എഴുതിയാക്കിണ്ട്, ഇംഗ്ലീഷ് നോക്കട്ടെ. ഞാന് ഒരു ക്രീം ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ഞാൻ എടി മോളെ 2 കൊല്ലമായിട്ട് എടി മോളെ ഞാൻ യൂട്യൂബ്, നിങ്ങൾ പറയണ്ടല്ലോ യൂട്യൂബ് തുടങ്ങി 4 മാസം കൊണ്ട് 1 ലാഖ് അടിച്ച് അതിന്റെ യൂട്യൂബ് എന്താണ് പ്ലേ ബട്ടൺ വാങ്ങിയ ഒരാളാടി ഞാൻ. എനിക്കതിൽ അഭിമാനിക്കാടി. എടി വർഷക്കണക്കിന് മുക്കി തൂറിക്കൊണ്ടിരിക്കണം. നിങ്ങളൊന്നും മേടിച്ചിട്ടില്ലല്ലോ 10 വർഷമായിട്ട് ഓരോരുത്തരുടെ മറ്റേ യൂട്യൂബ് ചാനലിന്റെ സംഭവം എന്താ പറയാ, എന്താണ് അതിന്റെ പേരെന്താ പറയാ, മോണിറ്റൈസേഷൻ എന്നെ ആവാണ്ട് മുക്കി തൂറുന്ന ആൾക്കാർ എന്നെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. അസൂയപ്പെട്ട് കാര്യമില്ല. അവനോന്റെ മക്കളുടെയും കുട്ടിയും കുടുംബവും കെട്ടിയോനും ഉണ്ടല്ലോ, ആ മക്കളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നടി, എന്നിട്ട് വിജയിക്കുന്നടി. അവനോന്റെ കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വിജയിക്കുന്നടി. അല്ലാണ്ട് കണ്ട് വേറുള്ള പെണ്ണുങ്ങളെ റീച്ച് ആവുന്നതും വേറുള്ള പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറുന്നത് നോക്കിയിരുന്ന വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല മക്കളെ, കാര്യമില്ല. അതൊക്കെ നിന്റെ നമീമത്തിലേക്ക് അല്ലെങ്കിൽ നിന്റെ തിന്മയിലേക്ക് വെറുതെ എഴുതിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് എന്നെ തിന്ന് വെള്ളം കുടിച്ചിട്ട്, എന്റെ എത്തി മക്കളെ തിന്ന് വെള്ളം കുടിച്ചിട്ട് ഒന്നും കിട്ടാൻ പോണില്ല, എവിടെയും വിജയിക്കാൻ പോണില്ല. ഓക്കെ, കടന്ന് കൊണന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിന്റെ വൈറ്റനിങ് ക്രീം കിഡ്നി അടിച്ചു പോകും. അങ്ങനെ എടി കിഡ്നി അടിച്ചുകൊണ്ടെങ്കിൽ എന്റെ കിട്ടി ഫസ്റ്റ് അടിച്ചു പോകണം. ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ 1.5 മാസം 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള സാധനമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് എനിക്ക് വാങ്ങിയ കസ്റ്റമർ എടി 40 ക്രീമൊക്കെ ഷാജി വിൽക്കണമെങ്കിൽ ആ ഷാജിന്റെ വാങ്ങിയ ആൾക്കാരെ പിന്നെ വാങ്ങണമെങ്കിൽ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ലേ. നിന്നെയൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് പറ്റിയ പണി അടുക്കളയിൽ ചട്ടിയും ചോറും കാലും മുട്ടിയും തട്ടിയും മുട്ടി ചമ്മന്തി അരയ്ക്കുക, ഇറച്ചി മീനും വെക്കുക, കെട്ടുവെങ്കിൽ തിന്നാൻ കൊടുക്കുക, മക്കൾക്ക് തിന്നാൻ കൊടുക്കുക. എടി ഫുഡിന്റെ വീഡിയോ അതൊക്കെ ചെയ്യടി മോളെ, അല്ലാണ്ട് ഒരു കാര്യമില്ലടി മോളെ. നിന്റെ പേരും നിന്റെ ചാനലും വെളിപ്പെടുത്താത്ത അങ്ങനെ ഇപ്പൊ നീ എന്നെ വെച്ചിട്ട് നീ റീച്ച് ആവണ്ട. അതുകൊണ്ട് നിന്റെ ചാനലും വെളിപ്പെടുത്തുന്നില്ല, നിന്റെ പേരും വെളിപ്പെടുത്തുന്നില്ല. ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ആരാണോ വീഡിയോ ഇട്ടത്, എവളുമാരാണോ വീഡിയോ ഇട്ടത്, അവന്മാരാണോ വീഡിയോ ഇട്ടത്, അവന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ചോറ് തിന്നണവർക്ക് മനസ്സിലാവും, തീട്ടം തിന്നവർക്ക് തീരെ മനസ്സിലാവില്ല, ചോറ് തിന്നണവർക്ക് മനസ്സിലാവും. പിന്നെ ഷാജി ആകെ 2 കൊല്ലമായിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ കൊണക്കാൻ തുടങ്ങിയിട്ട്. ഷാജി 13 വർഷം ഈ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് അല്ലടി ജീവിച്ചത്. അന്തസായി കെട്ടിയോന്റെ കൂടെ അന്തസായി ജീവിച്ചിട്ടുണ്ടടി ഷാജി. അന്തസായി മക്കളെയും പോറ്റിട്ടുണ്ട്. ആ മക്കളുടെ കൂടെ അന്തസായിട്ട് ആ കെട്ടിയോൻ പറയണം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരു ആളാടി ഞാൻ. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒരൊറ്റ വയറിന് വേണ്ടിയിട്ടടി 6 വയറിന് വേണ്ടിയിട്ടടി. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ എടി എന്റെ മക്കളെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ വട്ടത്തി ആവണി ആയിക്കോട്ടെടി, എനിക്ക് പ്രശ്നമില്ലടി. ഞാൻ ഭ്രാന്തി തന്നെ ഞാൻ ഭ്രാന്തി തന്നെ. എന്തേന്ന് എനിക്ക് എന്തെങ്കിലും പറയാണ്ട? എന്തോ ഒരു അസൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസൂയുള്ള മനുഷ്യന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നമ്മുടെ ഈ പാലക്കാട് നാട്ടിൽ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട എനിക്ക് പറയാനുള്ളത് കണ്ണൂർ, കാസർഗോഡ്. ഇവരെ കണ്ട് പഠിക്കുക നിങ്ങൾ. പെണ്ണുങ്ങൾ എന്താണ്, അതുപോലെ പെൺകുട്ടികൾ അവരുടെ ഉമ്മമാരെന്താണ്, പെങ്ങന്മാരെന്താണ്, മക്കൾ എന്താണ്, റെസ്പെക്ട് കൊടുക്കുന്ന നാട് കണ്ണൂർ, കാസർഗോഡ്. ഇത് കഴിഞ്ഞ ഏത് നാടിനും എനിക്ക് വേണില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ കാസർഗോഡും കണ്ണൂരിത്തെ ആൾക്കാരും പെണ്ണുങ്ങളെ റെസ്പെക്ട് വെക്കുന്ന പോലെ വേറൊരു മനുഷ്യന്മാരും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പാലക്കാട് നാട്ടിൽ തീരെയില്ല.
നമ്മുടെ പാലക്കാട് നാട്ടിൽ പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ വേറെ പണിക്ക് എന്ന് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് നിങ്ങളോട് പുച്ഛ മാത്രമുള്ളടോ. എടോ ഈ പണി മാത്രമല്ലടോ പെണ്ണുങ്ങൾക്ക് അറിയാം. പെണ്ണുങ്ങൾ അന്തസ്സായി കുടുംബം നോക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? വീട്ടിലത്തെ പണി നിങ്ങളൊക്കെ രാവിലെ പണിക്ക് മാത്രം, മറ്റേ പണിക്ക് എന്താ നിങ്ങളുടെ പണിക്ക് മാത്രം പോണ ആൾക്കാരാണ്. പെണ്ണുങ്ങൾ രാവിലെ എണിച്ച് 4 മണിക്ക് 3 മണിക്ക് എണിച്ച് വീട്ടിൽ കുട്ടികൾക്കും കെട്ടിയവനിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടും പുറത്ത് പോയിട്ട് സമ്പാദിച്ചു കൊണ്ടിട്ടുണ്ട്. അവർ വീട്ടിനുള്ളിലും പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നീ പെണ്ണിനെ സമ്മതിച്ചു കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ പെണ്ണ് ഈ പണിക്ക് മാത്രമാണ് നടക്കണമെന്ന് പറയുന്നത് നിങ്ങളിൽ എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് കുറെ നീ അസൂയപ്പെട്ടിട്ടും നീ കുറെ ഈഗോ അടിച്ചിട്ടും നീ കുറെ നിന്റെ ടെൻഷൻ കയറ്റി നിന്റെ ശരീരം ഇല്ലാണ്ടാക്കാന്നല്ല. ഷാജി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഇപ്പോഴും ഷാജിക്ക് ഒരു എന്താണ് പറയുന്നത്, ഇത്രയും ആളുകളൊക്കെ പറഞ്ഞിട്ടും അവർക്കൊരു കൂസലുമില്ല. അവരെന്നിട്ട് പറയുന്നത് എന്താണ്, പെണ്ണുങ്ങൾക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ചോറും കൂട്ടാനും വെച്ച് ഇരുന്നുകൂടെ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്തുകൂടെ, അവരുടെ പച്ചയിറച്ചി എന്തിനാണ് തിന്നുന്നത് എന്ന് വേണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. കെട്ടിയോന്മാരെടുത്തിട്ട് തല്ലും പോലും പെണ്ണുങ്ങളെ. അതൊക്കെ പണ്ടാണ് മോളെ, ഇപ്പോഴും ഉണ്ട് അങ്ങനെ തല്ലുന്നവരൊക്കെ ഉണ്ടായിരിക്കും. നമുക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ അസൂയയാണെന്നൊക്കെ പറയുന്നു. എന്തസൂയ, എന്തിനസൂയ? പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, അവർക്ക് ഒരു 4 മാസം കൊണ്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലേ ബട്ടനൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. ഇതുപോലെ വന്നിരുന്ന് ഓരോന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് ഷാജിക്കൊരു പ്ലേ ബട്ടൺ കിട്ടിയെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അന്ന് ഷാജി 5 കുഞ്ഞുങ്ങളെ, ഉപ്പയില്ലാത്ത 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് നല്ലവരായ മനുഷ്യർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അതിന് ആ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയുന്നതിന് പകരം അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹമുള്ള മനുഷ്യർ കൊടുത്ത ഒരു ദയവ് മാത്രമാണ്. അല്ലാണ്ട് അത് നിൻ്റെ ചാനൽ കണ്ടിട്ടോ നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും ആരും ചെയ്തു തന്നതല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നീട് പുള്ളിക്കാരത്തി പറയുന്നത് കിഡ്നി അടിച്ച് പോവില്ല, അവൾക്കുള്ള മരുന്നിട്ടാൽ, അതായത് ഫേഷ്യൽ ക്രീം ഇട്ട് കഴിഞ്ഞാൽ കിഡ്നി പോവില്ലെന്ന്. അതൊക്കെ പിന്നീട് കണ്ടറിയാം. ഒരു മാസമോ 2 മാസമോ 3 മാസമോ ഇട്ടെന്ന് പറഞ്ഞ് ആർക്കും ചിലപ്പോൾ ഒന്നും സംഭവിച്ചെന്നിരിക്കില്ല. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷാജിയുടെ 1-2 ഫോട്ടോ ഞാൻ കണ്ടു. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പലരും, ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ പലർക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഷാജിയുടെ കണ്ണിൻ്റെ ഈ 2 ഭാഗങ്ങളിലും നേറെ കുത്തെന്ന് പറഞ്ഞ് നേറെ പൊക്കലുകളെന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ കുമിളകളാണ് കുമിളിച്ച് നിൽക്കുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയ കറുത്ത പൊട്ടുപോലത്തെ കുത്തുകളുണ്ട്. അത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട, അവരുടെ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഷോർട്സ് വീഡിയോയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് എടുത്ത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ അത് നോക്കി കണ്ടുപിടിക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കേണ്ട. പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ്, കണ്ണൂരും കാസർഗോഡുമാണ് നല്ല മനുഷ്യർ. അവർ ഈ സംസ്ഥാനത്തുള്ള ബാക്കി എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഷാജി എങ്ങനെയാണ് ഈ മുഴുവൻ ജില്ലകളിലും നിരങ്ങി നടക്കുന്ന ഒരാളായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത്ര ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ആകെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയും അതുപോലെ തിരുവനന്തപുരം ജില്ലയും. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അത് തൃശ്ശൂരോ മറ്റാണ്. അങ്ങനെ അല്ലാണ്ട് നമ്മളാരും ബാക്കി ജില്ലകളിലൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല. എന്നാലും ഷാജി പറയുന്നത്, ഷാജിക്ക് പിന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ കണ്ണൂരും കാസർഗോഡും ജില്ലകളിൽ മാത്രമേ നല്ല മനുഷ്യരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഷാജിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്കറിയില്ലല്ലോ, മറ്റുള്ളവർക്കല്ലേ അറിയാവൂ. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വാക്കുകളാണ് ഇവർ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഷാജിയെ നമ്മുടെ അപ്പി ബൈജുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്താൻ കൊള്ളാം. 2 പേരും വാ തുറന്ന ഇമ്മാതിരി തീട്ട കേസുകളാണ് പറയുന്നത് മുഴുവനും. തീട്ടം വിട്ട് 2 പേർക്കും ഒരു കളിയും ഇല്ല. അത് ഈ അപ്പി ബൈജു ആയാലും ഷാജി ആയാലും വാ തുറന്ന ആ തീട്ട കേസുകൾ മാത്രമേ അവരെ വായിന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഷാജി എന്നുള്ള പേര് മാറ്റിയിട്ട് അപ്പി ബൈജു എന്ന പേരിട്ടതുപോലെ അപ്പി ഷാജിദ എന്നിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും മുക്കിത്തൂറി മൂളിത്തൂറി ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട വാക്കുകളാണ് ഇവരുടെ വായിൽ വരുന്നത്. അപ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല, ജലദോഷമാണ്, പനിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ബ്ലിങ്കി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.